നമസ്കാരം. ഹരിശ്രീ അക്കാഡമിയുടെ ഓൺലൈൻ വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിലെ 1ാമത്തെ എക്സസൈസിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 3.5 മീറ്റർ നീളമുള്ള കമ്പി രണ്ടായി മുറിച്ച് ഒരു കഷ്ണം വളച്ചൊരു സമചതുരവും മറുകഷ്ണം വളച്ചൊരു സമഭുജ ത്രികോണവും ഉണ്ടാക്കണം. രണ്ടിൻ്റെയും വശങ്ങൾക്ക് ഒരേ നീളമായിരിക്കണം. എങ്ങനെ മുറിക്കണം? ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ആദ്യം 3.5 മീറ്റർ നീളമുള്ള ഒരു കമ്പിയുണ്ട്, 3.5. ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? ഒരു കഷ്ണം വെച്ചിട്ടൊരു സമചതുരം ഉണ്ടാക്കണം അല്ലേ? അടുത്ത വശം വെച്ചിട്ടൊരു ത്രികോണം ഉണ്ടാക്കണം. ഈ സമചതുരത്തിൻ്റെയും ത്രികോണത്തിൻ്റെയും വശങ്ങളുടെ നീളങ്ങൾ തുല്യമാണ്. അതായത് എല്ലാ വശവും നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ സമചതുരത്തിൻ്റെ ചുറ്റളവ് എത്രയാണ്? ചുറ്റളവ് സമം എത്ര? 4x. 1 2 3 4 4x. ഇനി ത്രികോണത്തിൻ്റെ ചുറ്റളവ് എത്രയാണ്? ത്രികോണത്തിൻ്റെ ചുറ്റളവ് സമം 1 2 3 3x. ഓക്കെ, സമഭുജ ത്രികോണമാണ്. അപ്പോൾ സമഭുജ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് വേണ്ട നമുക്ക് ആകെ ചുറ്റളവ്. ആകെ ചുറ്റളവ് ഇവിടെ എത്രയാണ്? ആകെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ചുറ്റളവ് സമം 4x + 3x. എത്ര എക്സ്? 7x. ഈ ആകെ ചുറ്റളവ് 7x എന്ന് പറയുന്ന ആരുടെ ആയിരിക്കും? ഈ പറയുന്ന ത്രികോണത്തിൻ്റെയും സമചതുരത്തിൻ്റെയും ചുറ്റളവുകളുടെ തുക എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന കമ്പിയുടെ ചുറ്റളവ്, അതായത് 3.5 മീറ്റർ അല്ലേ? അപ്പോൾ 7x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3.5 മീറ്ററാണ്. 3.5 എന്ന് പറഞ്ഞാൽ ആരുടെ പകുതിയാണ്? 7ൻ്റെ പകുതി അല്ലേ? അപ്പോൾ 7x സമം 7ൻ്റെ പകുതി 3.5 മീറ്റർ. ഓക്കെ, ഇനി നമുക്ക് x ഇവിടെ ഗുണിച്ചിരിക്കുന്ന എണ്ണ അപ്പുറത്ത് കൊണ്ട് എന്ത് ചെയ്യണം? ഹരിക്കണം. അപ്പോൾ 7/2 ഇൻറ്റു ഹരണത്തിൽ ആര് വരും? 7 വരും. ഈ 7ഉം ഈ 7ഉം വെട്ടിപ്പോയി. ബാക്കി ആരുണ്ട്? 1/2 അര. ഇവിടെ നമുക്ക് x സമം അര എന്ന് കിട്ടി. ക്ലിയർ? ഇതാണ് ആൻസർ. ഒരു വശത്തിൻ്റെ നീളം അര. അപ്പോൾ എങ്ങനെ നമുക്ക് മുറിക്കണം? ഒരെണ്ണം 4x അല്ലേ? ഒരു ഭാഗം എത്ര? സമം 4x സമം 4 അര. 4 ഇൻറ്റു അര. 4 അര ചേരുമ്പോൾ എന്തായി? 2 അല്ലേ? ഇതാ കണക്ക് ഇങ്ങനെയാണ്. 2 കൊണ്ട് കിട്ടി. ഇവിടെ 1 ഇവിടെ 2. അപ്പോൾ ആൻസർ 2. അപ്പോൾ ഒരെണ്ണം 2 ആണെങ്കിൽ മറ്റെന്തായിരിക്കും? രണ്ടാം ഭാഗം 3.5 എന്ന് 2 കുറച്ചാൽ മതി സിമ്പിളായിട്ട് അല്ലേ? 3.5 എന്ന് 2 കുറയ്ക്കുക. എത്ര? 1.5. ഇതല്ലാതെ എന്ത് ചെയ്താലും മതി, 3.5 എടുത്താലും മതി. 3.5 എടുക്കുമ്പോഴും എന്ത് തന്നെയാണ്? 2.5 1 1.5 1.5. അപ്പോൾ നമുക്ക് എത്രയൊക്കെ നീളം എടുക്കേണ്ടത്? 2 മീറ്ററും 1.5 മീറ്റർ നീളമുള്ള ഭാഗങ്ങളെടുത്താൽ തുല്യവശമുള്ള രൂപങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ.